കാസർഗോഡ് പോക്സോ കേസിൽ എഇഒയ്ക്ക് സസ്പെൻഷൻ. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OVK സൈനുദ്ദീനെതിരെയാണ് നടപടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവിറക്കിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഇയാൾ റിമാൻഡിലാണ്. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരു മണിക്കൂറിന് മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിനെ തുടർന്നാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാസർഗോഡ് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OV സൈനുദ്ദീനെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാൾ ഉൾപ്പെടെ മറ്റ് 17 പ്രതികളാണുള്ളത്. ഈ 16കാരനെയാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇവർ ഇരയാക്കിയത്. 2 വർഷം മുമ്പാണ് ഈ ഒരു 14കാരനെ ഇവർ പരിചയപ്പെടുന്നത്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുന്നു. 18 വയസ്സാണ് അതിൽ പ്രായപരിധി ഉള്ളത് ആ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ കുട്ടി തെറ്റായ വിവരങ്ങൾ നൽകിയാണ് ആ ഒരു ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത്. തുടർന്ന് ഈ കുട്ടി പലരുമായി പരിചയത്തിലാകുന്നു. അങ്ങനെ ഒരു ഏജന്റ് വഴിയാണ് ഈ പ്രതികൾക്കുൾപ്പെടെ ഈ ഒരു കുട്ടിയുടെ വിവരങ്ങളും മറ്റുമൊക്കെ കിട്ടുന്നത്. അങ്ങനെ 18 പേരാണ് 2 വർഷത്തോളം ഈ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. ഈ കുട്ടിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും പരിചയമില്ലാത്തവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയനാക്കുകയും തുടർന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നാലെ പുറത്തു വന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മറ്റ് 18 പ്രതികളാണുള്ളത്. ഇതിൽ 9 പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് 9 പേരെ പിടികൂടുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് രോഹിണി. ശരി, MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.